കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിവിധ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് മാന്തോപ്പ് വേദിയുടെ മുന്നിലായിട്ടുള്ള ഒരു വിശ്രമ കേന്ദ്രത്തിലാണ്. ഇത് കേവലം ഒരു വിശ്രമ കേന്ദ്രം മാത്രമല്ല, ഒരു പരിസ്ഥിതി സൗഹൃദ വിശ്രമ കേന്ദ്രമാണ്. ഈ പരിസ്ഥിതി സൗഹൃദ വിശ്രമ കേന്ദ്രം ഒരുക്കിയ ഒരുപാട് കൂട്ടുകാരികൾ ഇവിടെയുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ വിശ്രമ കേന്ദ്രത്തിൻ്റെ പ്രാധാന്യം എന്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കലാമത്സരം നടക്കുന്ന വേദിയുടെ മുന്നിലായിട്ട് ഇത്തരത്തിലുള്ള ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കാനുള്ള പ്രചോദനം എന്താണ് എന്ന് നമുക്ക് അവരോട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാം. സാധാരണ നമ്മൾ കലാമത്സരം നടക്കുന്ന 12ഓളം വിവിധ വേദികളുണ്ട്. ഈ വേദിക്ക് പുറത്ത് ഇത്തരത്തിലുള്ള ഒരു ആശയം ഇത് എങ്ങനെയാണ് ഉണ്ടായത്? ഹരിത പ്രോട്ടോകോൾ പ്രകാരം നമ്മളിപ്പം നവകേരള മിഷൻ പദ്ധതി പ്രകാരം എല്ലാ പഞ്ചായത്തിലും ക്ലീൻ പഞ്ചായത്ത് എന്നല്ല, അതായത് സംസ്ഥാന ഒട്ടാകെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ കലാമാമാങ്കം നടക്കുമ്പോൾ അതും അതിൻ്റെ പരിസരവും പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു അന്തരീക്ഷം ആക്കി മാറ്റുന്നതിന് നമ്മൾ പടന്ന പഞ്ചായത്തിലെ 30 ഹരിതകർമ്മ സേനാംഗങ്ങളും കയ്യും മെയ്യും മറന്ന് 5 ദിവസം ദിനരാത്രങ്ങൾ ഇവിടെ ചിലവഴിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മൾ 25-ാം തീയതി വൈകുന്നേരം തന്നെ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് വരികയും പ്രകൃതിക്ക് ഇണങ്ങിയ ഓലക്കുട്ട അതുമുതൽ ഈ വിശ്രമ കേന്ദ്രം അങ്ങനെയുള്ള പരിപാടികളുമായി ശുചിത്വ മിഷൻ മുന്നോട്ട് വെച്ചു. ഇതിൽ നിങ്ങളിപ്പം പ്രകൃതിക്ക് അനുയോജ്യമായ വസ്തുക്കൾ എന്നല്ല പറയുന്നത്, ഏതൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്? ഓല, അതുപോലെ തന്നെ മുള, പുല്ല്, അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ചെയ്തു. ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ള ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായി, അതായത് പഞ്ചായത്ത് തലത്തിൽ നിന്നുള്ള അഡ്വൈസോ അതല്ല നിങ്ങൾക്ക് സ്വമേധയാ നിങ്ങൾ പല സ്ഥലത്തും പല വീടുകളിൽ പോയി ഇതുപോലുള്ള വേസ്റ്റ് സ്വീകരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ഇതുപോലുള്ള ഇത്രയും വലിയൊരു വേദിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തുന്നുള്ള, അതുകൊണ്ട് ആ ഒരു പ്രചോദനം കൂടി നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അതെ, അത് ആ പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ പഞ്ചായത്തിൻ്റെ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട കാസർഗോഡ് ജില്ലാ തലത്തിലും അതുപോലെ പഞ്ചായത്ത് തലത്തിലും എല്ലാ സഹായ സഹകരണങ്ങളും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കാൻ സാധിച്ചത്. ഇവിടെ ഇപ്പോൾ ഇതുപോലെ വിശ്രമ കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന ആളുകൾ സാധാരണ കലാമത്സരങ്ങൾ ആസ്വദിക്കുന്ന സമയത്ത് അതിന് ഇൻ്റർവെൽ ടൈമിലോ അല്ലെങ്കിൽ മറ്റ് സമയങ്ങളിൽ ഇവിടെ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് നിങ്ങളോട് അവരെന്താണ് ആരായുന്നത്? ഇത് ഈ ആശയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടോ? അല്ല അവരുടെ അനുഭവം എന്താണ്? അവരുടെ അനുഭവം, അവർ പരിപാടി കഴിഞ്ഞ് 2 മിനിറ്റ് ഇവിടെ ഇരുന്നപ്പോൾ പറഞ്ഞ് ഇവിടെ നിന്നപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിന്. ശരിക്കും നമ്മുടെ ബ്ലോക്ക് കോർഡിനേറ്റർ ജ്യോതിഷ് ഇപ്പം നമ്മുടെ തൊട്ട് മുന്നേ കുറച്ച് സമയം മുന്നേ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, നിങ്ങൾ അതോടൊപ്പം തന്നെ ഈ പ്രചോദനം, അതായത് ഇതിൽ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ പ്രചോദനം, ഇത്തരത്തിലുള്ള കലാമത്സരം നടക്കുന്ന ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന ഒരു വേദിയാണിത്. കലാമത്സരങ്ങൾ ആസ്വദിക്കാനും പൊതുവെ ഇവിടെ എത്തുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം നമുക്ക് എങ്ങനെ നിലനിർത്താൻ പറ്റുന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നിങ്ങളുടെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ, താങ്ക് യു. ഈ പരിസ്ഥിതി സൗഹൃദ വിശ്രമ കേന്ദ്രത്തിൻ്റെ കോർഡിനേറ്റേഴ്സ് ആരൊക്കെയാണ്? പടന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് വിനോദിനി യു, സെക്രട്ടറി രജനി കെ, പിന്നെ 15 വാർഡുകളിലായിട്ട് ഈ 2 പേര് വീതം 30 ഹരിതകർമ്മസേനാംഗങ്ങളും.